അത്ര ഒരു മീറ്റു ആരോപണമായി വരുന്നതിൽ എതിർക്കുകയാണല്ലേ? ഞാൻ എതിർക്കും, തീർച്ചയായിട്ടും എതിർക്കും. കാരണം നമ്മൾ ചെയ്തു പോയിട്ട് പിന്നെ അവരെന്തിനാണ് കരി വരുത്തേക്കുന്നത്? പോവാതിരുന്നൂടെ? അല്ലെങ്കിൽ ആ പോയി കഴിഞ്ഞാൽ അത് വെച്ച് തീർത്തോളണം, പിന്നെ തിരിഞ്ഞു കുത്തല്ല വേണ്ടത്. ആരും ഇപ്പോൾ പല പ്രശ്നങ്ങളുണ്ടായി, ആരെങ്കിലും അവരെ ചങ്ങലക്കിട്ട് കൊണ്ടുപോവോ കെട്ടി വലിച്ചു കൊണ്ടുപോവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയണത് ശരിയാ? ഇത് സ്വന്തം ഇഷ്ടപ്രകാരം പോയി സംസാരിച്ച് അവരായിട്ട് നടന്ന് പടം ചെയ്ത് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതൊക്കെ കറങ്ങിയടിച്ച് നടന്ന് പിന്നെ ഒരു സുപ്രഭാതത്തിൽ നീ അങ്ങനെ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? നമ്മൾ പോയിട്ടില്ലേ, നമുക്ക് പോയിരുന്നവിടെ ഒന്നുമല്ല. ഇപ്പം എന്നെ 10 പേരും കൂടെ ബലമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് പ്രതികരിക്കാം, എനിക്ക് പറയാം, അവകാശമുണ്ട് എനിക്ക്. ഇതെൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ അലിയോട് സംസാരിക്കുന്നു ഫോൺ ചെയ്ത് എപ്പോഴും. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ സംസാരിക്കണം. അതിൽ കുറ്റം പറഞ്ഞിട്ട് പിന്നെ നാളെ അലി അത് പറഞ്ഞു ഇത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് അലി തെറ്റായിട്ട് എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് തിരുത്തണം. അലി ആ വാക്ക് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഇനി മേലെ എന്നോട് അലി അത് സംസാരിക്കരുത് ഞാൻ പറയാം അല്ലേ? കുറേ ഇതെല്ലാം കഴിഞ്ഞ് കിട്ടാതെ എന്തെങ്കിലും ഞാൻ അലിയുടെ കയ്യിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാണ്ട് വരുമ്പോൾ അലിയെ കുറ്റം പറയാന്നുള്ളത് തെറ്റാ, ഞാനതിന് നിൽക്കില്ല. ഈ WCC എന്നൊരു പ്രസ്ഥാനം സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായാണ് WCC എന്ന പ്രസ്ഥാനം ഉണ്ടായത് അല്ലെ? അമ്മയായിട്ട് തടസ്സങ്ങളുമായിട്ട് എതിർപ്പൊക്കെ ഉണ്ടായിട്ട് ആ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെ കാണാനാ? ഓരോരുത്തർക്കും ഓരോ തീരുമാനമല്ലേ. WCC കുറ്റം പറയണമെന്ന് ഞാനാണല്ല, സ്ത്രീകളുടെ ഒരു സംഘടന എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അമ്മയ്ക്ക് എതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താ പറയുക, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് നേടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നു. അതിന് നമ്മളിപ്പോൾ അതിലും അംഗമാവണമെന്നൊന്നുമില്ല, നമുക്ക് അതിനകത്ത് എതിർപ്പൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തു വരുന്ന മറ്റുള്ളവരുടെ, നമ്മൾ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഒരുപാട് എതിർ അഭിപ്രായങ്ങളുണ്ടാവും. അമ്മയിലുള്ളതും വലിയ വലിയ ആൾക്കാർ തന്നെ അമ്മയിലിരിക്കുന്നത്. അതായത് നമ്മളെ സിനിമ രംഗത്ത് ഏറ്റവും മുതിർന്ന ആൾക്കാർ അതിനകത്തുള്ളത് അല്ലേ. അപ്പോൾ WCC എന്ന് പറഞ്ഞൊരു എതിര് വന്നു നിന്നിട്ട് അത് ഫൈറ്റ് ചെയ്തിട്ട് എന്തിനാ നമ്മുടെ കലാപരമായ എത്രയോ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ വെറുതെ ഇരിക്കേണ്ടതെന്നറിയോ? ഈ ഒരു പ്രശ്നം കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അതിൽ വെറുതെ ഇരിക്കുകയാണ് ഇപ്പോൾ വർക്ക് ചെയ്യാതെ. ഈ കാരണം കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. എനിക്കെതിരൊന്നുമില്ല, അതൊക്കെ അവരുടെ ഇഷ്ടമുള്ള. ഇപ്പം ഒരു സംഘടനയിൽ ചേരാന്ന് എന്നെ നിർബന്ധിച്ച് ചേർക്കല, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചേർന്നതല്ലേ. നമുക്ക് എതിരഭിപ്രായമൊന്നുമില്ല, അവരവരുടെ ഇഷ്ടത്തിന് സംഘടന വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മൾ തന്നെയല്ലേ കാരണം ഉണ്ടാക്കണത്. ഒരു ലൊക്കേഷനിൽ പോയിട്ട് എന്നെ അയാൾ തോണ്ടി എന്നെ പീച്ച് എന്തിനു വേണ്ടിയിട്ടാ തോണ്ടോ പീച്ചോ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് പ്രതികരിക്കാനുള്ള കഴിവില്ലേ? എന്തിനോ വേറൊരു സംഭവം ഇപ്പോൾ പറയേണ്ട ലൊക്കേഷനിൽ സെർച്ച് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്തിനു വേണ്ടിയിട്ട്? എന്താ അതിൻ്റെ ആവശ്യം എന്താണ്? ഞങ്ങളൊക്കെ എത്ര വർഷം കൊണ്ട് ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. എനിക്ക് ഇത്രയും വർഷം, ഞാൻ 30ാമത്തെ വർഷമായിട്ടുണ്ടാവും ഈ ഫീൽഡിൽ വന്നിട്ട്. എനിക്ക് ഈ ഫീൽഡിൽ നിന്ന് അങ്ങനെയുള്ള ദുരനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു വർക്കിൽ നിന്ന് എനിക്ക് അങ്ങനെ ആരുമായിട്ടൊരു പ്രോബ്ലം ഉണ്ടായിട്ട് തിരിച്ചു പോകുന്ന ആളുമല്ല ഞാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്തെങ്കിലും സംസാരിച്ചോ, ശരി ഇവിടെ വെച്ച് നിർത്ത്, ഞാൻ പോവാന്ന് പറഞ്ഞു പോന്നിട്ടേ ഉള്ളൂ. നമുക്കങ്ങനെ ചെയ്തൂടെ? എന്തിനാ അതിന് പ്രത്യേകിച്ച് ഒരു സംഘടന? ഈ സംഘടനയ്ക്ക് WCCയുടെ പ്രവർത്തനം ഏത് മേഖലയിലാണ് പോകുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അതെ, ഇപ്പൊ WCCയുടെ പ്രവർത്തനം എന്താണെന്ന് പോലും നമുക്കറിയാത്ത അവസ്ഥയിലും അല്ലേ ആണല്ലോ. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനൊന്നും പോകാറില്ല. കാരണം നമുക്ക് അമ്മയെ നമ്മൾ കുറ്റം പറയില്ല. കാരണം അമ്മ എന്ന് പറഞ്ഞാൽ സംഘടനയ്ക്ക് ഒരു പരിധിയുണ്ട്. ആർട്ടിസ്റ്റുകളുടെ കളത്തിൽ ഇടപെടാനാണ് ഇരുന്നത്. എനിക്ക് അമ്മേനൊന്നും കുറ്റം പറയാനൊന്നുമില്ല. എത്രയോ നല്ല പ്രവർത്തികളുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു 5000 രൂപ വെച്ച് എല്ലാ മാസവും 1-ാം തീയതി എൻ്റെ ബാങ്കിൽ വരുന്നുണ്ട്. ഈ 5000 രൂപയും കൊണ്ട് ഓരോ വീട്ടുകാരും ജീവിക്കുന്നുണ്ട്, മരുന്നും വാടകയും ഒക്കെ കൊടുത്ത്. അത് കാണാൻ മനുഷ്യന് കണ്ണില്ലേ? അതുകൊണ്ടാണ് ജീവിക്കുന്നവർ. അപ്പോൾ അതും ഒരു അമ്മ ചെയ്യുന്നൊരു പുണ്യപ്രവൃത്തി തന്നെയല്ലേ. എത്രയോ പേർക്ക് വീട് വെച്ച് കൊടുക്കാനും ആവശ്യങ്ങളൊക്കെ ചെയ്യില്ല. പിന്നെ അമ്മ എല്ലാവരുടെയും പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇടപെട്ട് ചെയ്തു തന്നില്ല, ആ പൈസ വാങ്ങിച്ചു, ഇത് വാങ്ങിച്ചെന്നില്ല, ഇതെന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. അമ്മ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ലേ? ഞാൻ വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ പോലെ WCCയുടെ ഒരു പോരാട്ടത്തിലാണ് നമുക്ക് പല കമ്മിറ്റികൾ രൂപീകരിച്ചത്. ഹൈക്കോടതി വരെ ഇടപെട്ടിരുന്നു അല്ലെ, കംപ്ലൈന്റ് കമ്മിറ്റി. അത് WCCയുടെ പോരാട്ടമാണ്. ഒരു ക്യാരവാൻ വിഷയം WCCയുടെ പോരാട്ടമായിട്ട് വന്നു എന്ന് പറയുന്നവർ, നമുക്കൊരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത അവസ്ഥ വരുന്ന, അതൊക്കെ WCCയുടെ പോരാട്ടമായി തന്നെയാണ് വന്നതെന്നാണ് അവരുടെ ഒരു വാദം. അതെങ്ങനെ കാണുന്നു? ഞാനത് പറയില്ല. കാരണം ഈ WCC വരുന്നതിന് മുമ്പേ ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയപ്പോൾ, ഇന്ന് WCC ഒന്നുമില്ല, കാരവൺ വന്ന് തുടങ്ങിയ സമയമാണ്. ഞങ്ങൾക്ക് അവിടെ ഡ്രസ്സ് മാറാനോ ഒന്നിനും പരസ്യമായിട്ടൊരു സ്ഥലം ഞങ്ങൾ എന്ത് ചെയ്യും? അന്ന് ഞാൻ വാദിച്ചു തന്നെ. അവിടെ അത്ര ആൾക്കാരുണ്ടായിരുന്നു. പ്രൊഡ്യൂസറെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരുന്ന പറഞ്ഞിട്ട് അന്ന് കാരവൺ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് സേഫാക്കി തന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ WCC ഇടപെട്ടുകൊണ്ടൊന്നുമല്ല, അങ്ങനെ ഞാൻ പറയില്ല. കാരണം അതിനു മുമ്പേ നമ്മൾ ഇതിനു വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, ഇത് ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്, അമ്മേനും ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. അമ്മ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ സംസാരിച്ചിട്ടുമുണ്ട്.
ഇങ്ങനെ ഒരു അന്ന് എനിക്ക് തോന്നുന്നു ആരോ ഇതിനകത്ത് പരാതി പറഞ്ഞിട്ടുണ്ട് അമ്മയിൽ. കാരണം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട്, കാരണം ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാം, പഴയ കാലമല്ല. ഒരു ഓല കെട്ടിയിട്ടോ ഒരു തുണി മറച്ചിട്ടോ ഡ്രസ്സ് മാറാൻ ഇപ്പം ഞങ്ങൾക്ക് പറ്റില്ല. ഈ ഒളി ക്യാമറ എന്ത് സാധനം ഉണ്ടെങ്കിൽ എവിടെ ഇരിക്കണത് എന്താണെന്ന് അറിയില്ല. ഇതങ്ങ് കയറി വരുമ്പോൾ ആണ്ടോ അവൾ നടന്നുകൊണ്ടല്ലേ കിട്ടിയെന്ന് പറയും. ചിലപ്പോൾ അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഒരു വീട്ടിൽ നമ്മൾ സമാധാനമായിട്ട് ഡ്രസ്സ് മാറാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊക്കെ വേണം ഞങ്ങൾക്ക് മാറാൻ. കാരണം ആ വീട്ടിൽ ഏതെങ്കിലും കുരുത്തക്കട്ടെ ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അവനൊരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ബട്ടൺസിനകത്ത് വരെ ക്യാമറ വെക്കാം ഇല്ലേ. നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ ഓടി വന്ന് ചെയ്യേണ്ട സമയത്ത് ഡ്രസ്സ് മാറി നമ്മൾ ഓടിയിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സേഫിന് വേണ്ടിയിട്ടല്ല, കാരവണിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എ സി കൊണ്ടിരിക്കാനല്ല. ഞങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ടോയ്ലറ്റ് പോകേണ്ടി വരും, ചിലപ്പോൾ ഡ്രസ്സ് മാറേണ്ടി വരും, ഒന്ന് എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിത് വേണം എന്ന് പറഞ്ഞത്. അത് ഇവർ പറയുന്നതിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അമ്മയിൽ ഞങ്ങൾ കംപ്ലൈൻറ്റും പറഞ്ഞിട്ടുണ്ട്, വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൈവസി വേണമെന്ന്. അത് തെറ്റാണോ? സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അല്ലേ? അത് കോടതിയും കൂടെ ഇടപെട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അത്തരമൊരു കമ്മിറ്റി വേണമെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടോ? ഇപ്പൊ എവിടെയാ കമ്മിറ്റി? എവിടെയെങ്കിലും കാണാറുണ്ടോ? ഉണ്ടോ? അല്ല, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എൻ്റെ അന്വേഷണം ഇവിടെ വന്നിട്ടുണ്ടോ? ഇതൊക്കെ പറയലാണ്. മേടിച്ച വരെ കാര്യങ്ങൾ കിട്ടി ഞാൻ അത് പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ ഇതുവരെ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. ഒരു കമ്മിറ്റി വന്നിട്ട് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, ആര് ചോദിച്ചിട്ടുണ്ട്? ഇതൊക്കെ ശ്രദ്ധയിൽ ഇങ്ങനെ ഓരോ ന്യൂസ് വന്ന് ഇങ്ങനെ പോവാന്നല്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് അടിസ്ഥാനം. നമ്മൾ എന്ത് ശരിയും തോന്നുന്നു നമ്മൾ ചെയ്യുക. ശരിയാണോ? അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് പറ്റാത്തനി നമ്മൾ വിട്ടേക്കുക. അതിലേക്ക് നമ്മൾ പിന്നെ ഇതായി പോണേ എന്തിന്? പിന്നെ ഈ കംപ്ലൈന്റ് കമ്മിറ്റിയൊക്കെ വന്ന് ഈ കാര്യങ്ങളൊക്കെ അത് പരിഹരിച്ച് എന്താ അവിടെ നടക്കുന്നത്? അതിന് സിനിമാ ഫീൽഡിൽ ഇപ്പൊ എന്ത് നടക്കുന്നുണ്ട്? എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് സിനിമാ ഫീൽഡിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവം എനിക്ക് വരുന്നില്ല. മറ്റുള്ളവർ വരാതിരിക്കാൻ അവർ നോക്കണം. എന്ത് കംപ്ലൈൻറ്റോ കമ്മിറ്റിയോ എന്ത് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. നമ്മളാണ് നമ്മുടെ സേഫ്നെസ് നോക്കേണ്ടത്. നമ്മൾ നോക്കണം. എന്ത് കംപ്ലൈൻറ്റ് കമ്മിറ്റി ഉണ്ടായിട്ടൊന്നും വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല. ഞാൻ ധിക്കരിച്ച് പറയല്ല, പക്ഷെ ഞാൻ കാണുന്നില്ല. ഉണ്ടെന്ന് പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. എവിടെ കാണുന്നു? ഒരു സ്ഥലത്ത് കാണിച്ചു തരാമോ? ഞാൻ കണ്ടിട്ടില്ല. അതൊരു വീഴ്ചയല്ലേ? അങ്ങനെ കമ്മിറ്റി വേണമെന്ന് പറയും. അത് സംഘടനയ്ക്ക് എല്ലാ ഉത്തരവാദിത്തം, അമ്മ സംഘടന എല്ലാവരും ചേർന്നുള്ള തീരാണ്. അപ്പൊ അത് അത്ര ഒരു ഉത്തരവാദിത്വക്കുറവ് ഈ സംഘടനയ്ക്ക് ഇല്ല. അപ്പൊ അതിന്റെ പുറകിലത്തെ വശം എന്താണെന്ന് എനിക്കറിയില്ല. ഇനി എവിടെയെങ്കിലും നോക്കുന്നുണ്ടോ? കാരണം എനിക്കറിയില്ല. കാരണം എന്താണ് അത് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം അത് വന്നാൽ നല്ലതാണ്. കാരണം ഒരു സേഫ്നെസ് ആണ്. പക്ഷെ സ്ത്രീകൾ സേഫ്നെസ് അല്ലെന്ന് പറയാം. ഇതിന് മാത്രം എന്താ ഇവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് ഇവിടെ നടക്കുന്നത്? അതിന് മാത്രം സേഫ്നെസ് അല്ലാതെ ഏതോ സമയത്ത് നേരത്തെ പറഞ്ഞ എവിടെയൊക്കെ പോകുന്നു, അതിനുശേഷം പിന്നെ മീറ്റുമായിട്ട് അത് ആരുണ്ടാക്കണു? അതിപ്പോ ഈ കംപ്ലൈന്റ് കമ്മിറ്റി ഒന്ന് മാറുമോ? എനിക്ക് തോന്നുന്നു മാറുമെന്ന്. ഈ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒന്ന് പുറകിലേക്ക് എടുത്ത് നോക്ക്. ശരി, ഒരു വണ്ടിയിൽ തട്ടിക്കൊണ്ടുപോയി, അങ്ങനെ കൊണ്ടുപോയി രണ്ടുപേരെ ബലമായിട്ട് കൊണ്ടിട്ടാണ് അവർ കൊടുക്കുന്നത്. ശരിയാ, നമുക്ക് പറയാം, വാദിക്കാം, അവരുടെ കൂടെ നിൽക്കാം. ഇത് സ്വന്തം ഇഷ്ടം. ഇപ്പോൾ ഉദാഹരണം, ഒരാൾ നടന്നു അയാളുടെ പുറകെ പോയി ഹോട്ടൽ റൂമിലും പോയി അവിടെ ഇവിടെയൊക്കെ പോയി അമ്മയോ അച്ഛനോ ആരും അന്വേഷിക്കാതെ ധിക്കരിച്ച് ലിവിങ് ടുഗദർ നടക്കുന്നു. അവരെ തോന്നിവാസം കാണിച്ചു വെച്ച് നാളെ ഇത് എന്നെ എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരാളിനെ ഇതാക്കണതിൻ്റെ എന്താ അർത്ഥമുള്ളത്? തിരിച്ച് ആണുങ്ങൾക്ക് പറഞ്ഞൂടെ? നിങ്ങളെന്താ പറയാത്തത്? നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ അവർ ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് ഭാര്യയും അല്ലെങ്കിൽ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, അറിയാതെ ഇങ്ങനെ സംഭവിച്ചു പോയി. ആ ഭാര്യ ഒരു പെണ്ണല്ലേ? ആ മോള് പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വളർന്നു വരില്ലേ? അച്ഛനിങ്ങനെ ചെയ്തു എന്ന് വരില്ലേ? അപ്പൊ ആണുങ്ങൾക്ക് വിഷമമൊന്നും ഇല്ലേ? ഇല്ലേ? സംഭവിച്ചു പോയി. നിങ്ങൾ എത്ര പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്? ഇവിടെയൊക്കെ നിയമങ്ങളാണ് പ്രശ്നം. അപ്പൊ ആണുങ്ങൾക്ക് എന്താ? ആണിന്റെ ഭാര്യ അമ്മയും പെണ്ണല്ലേ? അല്ലേ? അവർക്ക് വിഷമമില്ലേ? അതെന്താ തിരിച്ചറിയണം. നമ്മളിപ്പോൾ ഞാനൊരു ആരോപണം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാര്യയുണ്ട്, നിങ്ങൾക്ക് തിരിച്ചു ചോദിച്ചൂടെ? ചോദിക്കാം. ഒരാൾ പെണ്ണിന് അത് ഇനി പണ്ടാ. ഇപ്പൊ ഒന്നും സ്ത്രീയുടെ കൂടെ ഒന്നും സമൂഹം നിൽക്കൊന്നുമില്ല. സമൂഹം നിങ്ങളെടുത്ത് നോക്ക്, അഭിപ്രായങ്ങളെടുത്ത് നോക്ക്. പോയിട്ടല്ലേന്ന് ചോദിക്കണത്. എന്തുകൊണ്ട് അമ്മയും കൊണ്ട് പോയില്ല? ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലമാണ്, ഞാൻ എൻ്റെ അമ്മയെ കൂട്ടും. വയ്യെങ്കിലും അമ്മ ഒന്ന് വാമേ നമുക്ക് പോകാമെന്ന് പറയും. ചെയ്തൂടെ?
ഇത് അമ്മയില്ല ആരുമില്ല തോന്നിയ പോലെ ഇഷ്ടം പോലെ ആ സിംഗപ്പൂര് അമേരിക്ക ഗൾഫ് അവിടെയൊക്കെ കറങ്ങി അടിച്ച് വന്നേച്ച് എല്ലാം മേടിച്ച് ഞാൻ സ്ത്രീകളെ കുറ്റം പറയാം. ഇനി തിരിച്ചും ഞാൻ പറയാം, ആണുങ്ങളും പെണ്ണുങ്ങളുടെ അടുത്ത് മേടിക്കുന്നുണ്ടാവും. സ്ത്രീകളെ കൊണ്ടുപോയി അതൊക്കെ മേടിച്ചത് അവരെ പൈസയും മേടിച്ചെടുത്ത് ഇതൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്തോളൂ. അത് നിങ്ങളങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഫാമിലി ആൾക്കാർ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്കും ഒരമ്മ സ്ത്രീ, അവരുടെ ഭാര്യ സ്ത്രീ, അവരെന്ത് തെറ്റ് ചെയ്തു? അവരനുഭവിക്കില്ലേ? മറന്നവന് കുട്ടി അനുഭവിക്കില്ലേ? എൻ്റെ ചോദ്യം ഇതൊക്കെയാണ്, ഞാൻ ചോദിച്ചിട്ടുമുണ്ട്.